ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമായിട്ട് റാഹത്താണ്. ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, എല്ലാവർക്കും എല്ലാ മക്കൾക്കും, ചെറിയ മക്കളാണെങ്കിലും വലിയ മക്കളാണെങ്കിലും നമ്മളെന്താ ചെറിയ തീരെ കുഞ്ഞു മക്കളൊക്കെയാണ് നമ്മൾ ചൊല്ലിയിട്ട് മക്കൾ കേൾക്കാൻ നമ്മൾ ചൊല്ലി കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ ആയ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് തന്നെ ചൊല്ലാൻ അറിയാമല്ലോ. ഒരു 2-3 ആഴ്ച മെനക്കെട്ട് അവർ തന്നെ ഈ ഒരു പ്രാർത്ഥന പഠിക്കും കേട്ടോ. അപ്പം മക്കളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ടും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും ചില മക്കൾക്ക് ഭയങ്കര മടിയൊക്കെ പഠിക്കാനില്ലേ, മടി മാറി കിട്ടാൻ, അതുപോലെ പഠിച്ചത് മറക്കാതിരിക്കാൻ ഒക്കെ. എത്ര പഠിച്ചാലും ചില മക്കൾക്ക് മനസ്സിലാവില്ല, പഠിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പിന്നെ മറന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അനുഭവമുള്ളതെന്ന് പറഞ്ഞിട്ട്, എനിക്ക് എൻ്റെ മോനെ കൊണ്ട് എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതിന് മുമ്പ് മക്കൾ ചെല്ലേണ്ട സൂറത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇല്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ മാറ്റങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ അതായത് അത്ഭുതമായിട്ടാണ് ഈ ഒരു പ്രാർത്ഥന ഓതിയിട്ടാണ് മോന് പഠിക്കാതിരിക്കുന്നതെങ്കിൽ മോനക്ക് തന്നെ അത്ഭുതമാണ്. എങ്ങനെയും വെച്ച് ഞാൻ പഠിക്കുക, എത്രയും പഠിക്കണ്ടേ, വലിയ ക്വസ്റ്റ്യൻ ആൻസറാണ്, പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മോനാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പ്രാർത്ഥന ഓതാൻ നമ്മൾ പുറകെ ഇങ്ങനെ പറയണം, ചെയ്യ് നമ്മൾ പറയണം കേട്ടോ. ചെറിയ മക്കളല്ലേ, അവർ കളിക്കുന്ന ശ്രദ്ധയായിരിക്കും. ചില ദിവസങ്ങളൊക്കെ അവൻ ഒറ്റയ്ക്ക് തന്നെ പഠിക്കുന്നതിന് മുമ്പ് ബുക്ക് അവിടെ എടുത്ത് കൊണ്ടുവച്ചിട്ട് അവൻ ഈ ഒരു പ്രാർത്ഥന പതിവാക്കും. ഞാൻ കുറേ മുമ്പ് നൗഷാദ് വാക്കവി ഉസ്താദിൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാട്ടോ. അപ്പോഴല്ല, കുറേ മുമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളില്ലേ, മക്കൾ പഠിക്കാൻ മഗ്‌രിബ് നിസ്കരിച്ചാൽ നമ്മൾ പഠിക്കാൻ ഇരുത്തല്ലേ. മക്കൾ മദർസിലായാലും സ്കൂളിലായാലും ആദ്യം മദർസിൽ പഠിക്കും, പിന്നെ സ്കൂളിൽ പഠിക്കുമല്ലേ. നിസ്കാരവും ഖുർആനോത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദിക്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കാതിരിക്കുമല്ലേ. രാവിലെ പഠിക്കാതിരിക്കുന്ന മക്കൾ, എപ്പം പഠിക്കാതിരിക്കുന്ന മക്കളാണെങ്കിലേ ഈ ഒരു പ്രാർത്ഥന നമ്മൾ മക്കളെ കൊണ്ട് ഒരു 7 പ്രാവശ്യമോ 11 പ്രാവശ്യമായിരിക്കും നല്ലത് കേട്ടോ. 11 പ്രാവശ്യം പുസ്തകം അവിടെ മുമ്പിൽ വെച്ചിട്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ മുമ്പില്ലേ കഴിയുന്നവരും അലം നശ്റ ഒരു 7 എണ്ണം ഓതാൻ പറയുക കേട്ടോ. ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ ഖുർആൻ നോക്കി ഓതുമല്ലോ. അപ്പം ഒരു 7 അലം നശ്റ ഓതാൻ പറയും. അതിന് ശേഷമല്ലേ ഈ ഒരു ദുആ നമ്മൾ മക്കളെ കൊണ്ട് പതിവാക്കിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനോട് നമ്മളും പതിവാക്കുക കേട്ടോ. ഉറപ്പായിട്ടും മക്കൾക്ക് അത്ഭുത മാറ്റം വരും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. ചില വലിയ ക്വസ്റ്റ്യൻ ആൻസർ ചില ദിവസങ്ങളിലൊക്കെ 3-4 ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കാനുണ്ടാവില്ല മക്കൾ, വലിയതൊക്കെ. അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിട്ട് പഠിക്കാനുള്ള മൂടും പോയി ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് മോനത് ഓതിയിട്ട് ഇരുന്ന് നോക്കുന്ന പറയുമ്പോൾ പെട്ടെന്ന് പഠിച്ച് കഴിയും. ഈ ഒരു ദുആ എൻ്റെ മോൻ പതിവാക്കാൻ തുടങ്ങിയതിന് ശേഷമില്ലേ, അവനക്ക് പഠിക്കാനുള്ള മടിയില്ല, എഴുതാൻ മടിയില്ല. നമ്മൾ പറയണം, തന്നെ വേഗം ചെയ്തോളൂ. പിന്നെ ചില ദിവസം പറയാതെ തന്നെ ചെയ്യുന്നതും കാണാം. അപ്പോൾ നിങ്ങളില്ലേ മക്കളെ കൊണ്ട്, എത്ര വലിയ മക്കളായിക്കോട്ടെ, +2 കഴിഞ്ഞാലും +2 ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും 1ാം ക്ലാസ് മുതൽ നമ്മളെ LKG UKG നമ്മൾ പഠിപ്പിക്കുമല്ലോ. ആ മുതൽ ഏത് സമയത്താണ് അവരെ പഠിപ്പ് കഴിയുന്നത് ആ സമയം വരെ നമ്മളില്ലേ മക്കളെ കൊണ്ട് ഇത് ചെല്ലിപ്പിക്കുക. നമ്മൾ കുറച്ചൊന്ന് പുറകെ നടന്നാൽ മതി, പിന്നെ അവരൊറ്റക്ക് തന്നെ ചെയ്തോളും, ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു ദുആ ഇല്ലേ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടല്ലോ, ഭയങ്കര ഫലമാണ് കേട്ടോ. മക്കൾക്ക് പഠിക്കാനുള്ള മടിയുണ്ടാവും, പഠിച്ചത് മറക്കുകയില്ല. അത്യാവശ്യം പഠിച്ചാണെങ്കിലും എല്ലാം ആണെങ്കിലും. അപ്പോൾ നിങ്ങളില്ലേ ഈ ഒരു ദുആ മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കുക. നിങ്ങൾ ആദ്യം ചൊല്ലി കൊടുക്കുക കേട്ടോ. ഇതാണ് കാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഈ ഒരു പ്രാർത്ഥന 11 തവണ പഠിക്കാനുള്ള ബുക്ക് എടുത്ത് വെച്ചതിന് ശേഷം ആ പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ചൊല്ലിയിട്ട് പഠിക്കാൻ പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് തന്നെ അത്ഭുത മാറ്റം കാണാം മക്കളിൽ. അപ്പം എല്ലാവരും ചെയ്യട്ടെ. കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് ചെയ്യാൻ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ വേണം അവർ പുറകെ നിന്നത് അത് ചെയ്യുമെന്ന് അറിയാൻ. അപ്പം അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് നല്ലതാണെന്ന് തോന്നിയ പഠിക്കുന്ന മക്കളും പഠിക്കാൻ മടിയും പഠിച്ചത് മറന്നു പോകുന്ന ചില മക്കൾ 24 മണിക്കൂറും പഠിക്കുന്നുണ്ടാകും, പക്ഷേ പഠിച്ചത് മറന്നു പോകും. അതൊന്നും മക്കളെ കുറവായിട്ടൊന്നും കാണരുത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം മക്കളോട് ചെയ്യുക. ഈ ഒരു പ്രാർത്ഥന മക്കളോട് ചെല്ലാൻ പറയുക. അങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. അറിയുന്ന മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പഠിച്ചത് ഒരിക്കലും മറന്നു പോലെ 100% ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അൽഹംദുലില്ലാ എന്നോ മാഷാ അല്ലാഹ് അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, എന്ത് ചെയ്യണം നമ്മളില്ലേ മക്കളെ കൊണ്ടായാലും നമ്മളായാലും നിസ്കാരം കലാക്കാതെ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ നിസ്കരിക്കാൻ നമ്മളിങ്ങനെ പുറകെ പറയണം, നിസ്കരിക്കുക അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ പറയാതെ തന്നെ അവർ നിസ്കരിച്ചോളും.
പിന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.